നമുക്ക് ഏറ്റവും പരിചയമുള്ള പാമ്പുകളിലൊന്നാണ് നീർക്കോലി. ഇന്നത്തെ വീഡിയോ നീർക്കോലിയെയും നീർക്കോലിയുടെ കുടുംബക്കാരെയും കുറിച്ചുള്ളതാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് നമുക്ക് വീഡിയോ ഈ നീർക്കോലിയുടെ കുടുംബചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ നീർക്കോലിയെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേട്രിസിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇത് കൊളുബ്രിഡേ എന്ന് പറഞ്ഞൊരു വലിയൊരു പാമ്പിൻ്റെ ഫാമിലിയുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നേട്രിസിഡേ എന്ന് പറഞ്ഞൊരു സബ് ഫാമിലിയിലായിരുന്നു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഈ നേട്രിസിഡേ ഒരു സെപ്പറേറ്റ് ഫാമിലി ആക്കി വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ നീർക്കോലികളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേട്രിസിഡേ എന്ന് പറയുന്നത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാമ്പുകളെയൊക്കെയാണ് ഈ നേട്രിസിഡേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കുറേയേറെ പാമ്പുകളൊക്കെ, ഒരുതപ്പെട്ട എല്ലാ പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. അപൂർവമായിട്ട് കുറേ പാമ്പുകൾ വിഷമുള്ള പാമ്പുകളും ഈ നേട്രിസിഡേ ഫാമിലിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന നേട്രിസിഡേ ഫാമിലിയിൽ കാണപ്പെടുന്ന ഈ കീൽബാക്ക് അല്ലെ നീർക്കോലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാമ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള നീർക്കോലി. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ചെക്കേഡ് കീൽബാക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യാറ്റിക് വാട്ടർ സ്നേക്ക് എന്നും ഒരു പേര് ഈ പാമ്പിനുണ്ട്. ഇതിന് മലയാളത്തിൽ പല പേരുകളുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് പുളവൻ എന്ന് വിളിക്കാറുണ്ട്. ആഴാന്ത് എന്ന് പറഞ്ഞൊരു പേരുണ്ട് ഇതിന്. മണ്ഡലി എന്ന് പറഞ്ഞൊരു പേരുണ്ട്. കുളമണ്ഡലി എന്ന് പറഞ്ഞ പേരുണ്ട്. അങ്ങനെ കുറേയേറെ പേരുകളുള്ള ഒരു പാമ്പാണ് ഈ നീർക്കോലി. ഇതിൻ്റെ ശാസ്ത്രീയ നാമവും വളരെ രസകരമാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമവും ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ ഫൗളിയ പിസ്കേറ്റർ എന്നാണ് പേര്. അപ്പോൾ ഫൗളിയ എന്ന് പറഞ്ഞ ജീനസ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ജോൺ ഫൗളർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് ഈ ഫൗളിയ എന്ന് ഇട്ടേക്കുന്നത്. പിസ്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷർമാൻ അല്ലെങ്കിൽ മീനെ പിടിക്കുന്ന ആളെന്ന് അർത്ഥം വരുന്ന പേരാണ് പിസ്കേറ്റർ എന്ന് ഇട്ടിരിക്കുന്നത്. എന്ന് പറയാൻ കാര്യം ഈ നീർക്കോലി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീനെയാണ്, മീനെ പിടിക്കുന്ന പാമ്പെന്ന അർത്ഥത്തിലാണ് ഇതിന് പിസ്കേറ്റർ എന്ന് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കീൽബാക്ക് സ്നേക്സ് എന്ന് പേര് വരാനായിട്ട് കാര്യം ഇതിന് കീൽഡ് സ്കെയിൽസ് ഉള്ളതുകൊണ്ട്. കീൽഡ് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശൽക്കങ്ങളുടെ നടുഭാഗം കുറച്ചിങ്ങനെ മേളിലോട്ട് തള്ളിയിരിക്കും. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ നല്ല പരുക്കനായിട്ടിരിക്കും. അതിനാണ് ഈ കീൽഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കീൽഡ് സ്കെയിൽസ് ഉള്ളതുകൊണ്ടാണ് ഇതിനൊക്കെ ചെക്കേഡ് കീൽബാക്ക് എന്ന് പേര് വരാൻ കാര്യം. മീൻ പിടിക്കുന്ന പാമ്പെന്ന അർത്ഥത്തിലാണല്ലോ ഇതിന് പിസ്കേറ്റർ എന്ന് പേരിട്ടിരിക്കുന്നത്. മീൻ മാത്രമല്ല ഇത് പിടിക്കാറുള്ളത്. ഇത് തവളകളെ പിടിക്കാറുണ്ട്, വാൽമാക്രികളെ പിടിക്കാറുണ്ട്, അപൂർവമായിട്ട് എലികളെ പിടിച്ച് കഴിക്കാറുണ്ട്, മറ്റു പല റോഡൻസിനെ ഇത് പിടിക്കാറുണ്ട്, പല്ലികളെ അപൂർവമായിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ജീവികളൊക്കെ ഇത് കഴിക്കാറുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് തവളകളെയും ഈ മീനുകളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പിടിച്ച് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ വാൽമാക്രികളെ ഒത്തിരി പിടിച്ച് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജുവനൈൽസ് ഒക്കെ കുറേയേറെ ടൈം ഞങ്ങൾ ഇത് വാച്ച് ചെയ്തിട്ടുണ്ട്. ഈ വാൽമാക്രി ഇവർ പിടിച്ച് കഴിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ വയനാട്ടിലും കേരളത്തിലൊക്കെ സാധാരണമായിട്ട് കാണുന്നൊരു തവളയുണ്ട്, മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് അല്ലെങ്കിൽ പച്ചിലപ്പാറാൻ എന്നാണ് അതിൻ്റെ പേര്. അത് മുട്ടയിട്ട് വെക്കുന്ന പറഞ്ഞ് മരത്തേൽ ഇലയൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ നടുക്കൊരു ഫോം നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് മുട്ട വെക്കുന്നത്. ഇപ്പോൾ ഈ ജുവനൈൽസ് ഒക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മരത്തേലൊക്കെ കയറിയിട്ട് അതിൻ്റെ അകത്തു നിന്നൊക്കെ മുട്ടയെടുത്ത് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർ ഈ പോണ്ടിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ നിലത്ത് തന്നെ ഈ മുട്ടകൾ നിക്ഷേപിക്കാറുണ്ട്. അവിടെ പോയിട്ടും ഈ അഡൽട്ട് പാമ്പുകളൊക്കെ പോയിട്ട് അതിൻ്റെ അകത്തുനിന്ന് മുട്ടയൊക്കെ എടുത്ത് ഇവർ കഴിക്കാറുണ്ട്. തവളയുടെ മുട്ട ഇവർ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. അതുകൂടാതെ ജുവനൈൽസ് ഒക്കെ ഈ ചെറിയ പ്രാണികളെയും ഗ്രാസ് ഹോപ്പറിനെയും ഇതിനെയൊക്കെ പിടിച്ച് കഴിക്കാറുണ്ട്. നീർക്കോലികളുടെ നിറം എന്ന് പറയുന്നത് സാധാരണ ഇളം പച്ച നിറത്തിലോ തവിട്ട് നിറത്തിലോ ഒക്കെയാണ് കാണപ്പെടുന്നത്. ഒലിവ് ഗ്രീൻ, യെല്ലോയിഷ് ബ്രൗൺ എന്നിങ്ങനെ നിറമെന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും. ഇതിൻ്റെ ദേഹം മൊത്തം, ഈ കഴുത്തിന് തൊട്ട് താഴെ നിന്ന് ദേഹം മൊത്തം ചതുരാകൃതിയിലുള്ള കറുത്ത നിറത്തിലോ തവിട്ട് നിറത്തിലോ ഉള്ള പാറ്റേൺസ് ഇങ്ങനെ കാണാൻ പറ്റും. അത് ദേഹം മുഴുവനായിട്ട് ഇരിക്കും. ഈ പാറ്റേൺസിനൊക്കെ ചെക്കേഡ് പാറ്റേൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചെക്കേഡ് കീൽബാക്ക് എന്ന് പേര് വരാനും കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി നല്ല റൗണ്ട് ഷേപ്പിലാണ്, കറുത്ത നിറത്തിലുമാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ തൊട്ട് പുറകിലായിട്ട് 2 കറുത്ത വരകളുണ്ട്. ഒന്ന് കണ്ണിന് തൊട്ട് താഴോട്ട് ഇങ്ങനെ ഇരിക്കും, പിന്നെ കണ്ണിന് പുറകിലായിട്ട് കറുത്ത വരകളുണ്ട്. അപ്പോൾ ഈ കണ്ണിൻ്റെ കറുത്ത കൃഷ്ണമണിയും കണ്ണിന് തൊട്ട് പുറകിലുള്ള ഈ കറുത്ത വരകളും ദേഹത്തുള്ള ഈ ചെക്കേഡ് പാറ്റേണും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ നീർക്കോലിയെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ചില സമയത്തൊക്കെ ഇത് വേറെ മോർഫിലൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് കറുത്ത മോർഫിലൊക്കെ കാണുന്ന, അല്ല ബ്ലാക്ക് മോർഫിലൊക്കെ കാണുന്ന നീർക്കോലിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചില പാടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് പുറകിലുള്ള ഈ വരകൾ നോക്കുക, ആ ചെക്കേഡ് പാറ്റേൺ ഒക്കെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഹിൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇടുക്കിയിൽ, പെരിയാർ ടൈഗർ റിസർവിൽ, പിന്നെ മൂന്നാറിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നീർക്കോലിയെ കാണാൻ പറ്റും. അവിടെ പ്രത്യേകിച്ച് വലിയ
ലേക്കുകളൊക്കെ ഈ നീർക്കോലി കാണുന്നത്. അതിൻ്റെ ദേഹത്ത് വലിയ പാറ്റേൺസ് ഒന്നുമില്ല, നല്ല ഒലീവ് ഗ്രീൻ കളറിലിരുന്നിട്ട് അതിൻ്റെ കണ്ണിന് താഴെയുള്ള വര മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ചില സമയത്ത് കണ്ടു കഴിഞ്ഞത് വേറെ വല്ല പാമ്പാന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കണ്ണിൻ്റെ വര ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ജുവനൈൽസ് ഒക്കെ പല ബ്രൈറ്റ് കളറിൽ കാണാറുണ്ട്, നല്ല മഞ്ഞ കളറിൽ കാണാറുണ്ട്, ബ്രൗൺ കളറിൽ കാണാറുണ്ട്. ചുവപ്പ് കളറിലുള്ള നീർക്കോലി കുഞ്ഞുങ്ങളെ വരെ പല പ്രാവശ്യം ഞങ്ങൾ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെ സാധാരണ കാണുന്നത് ഒരുവിധപ്പെട്ട എല്ലാ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് നീർക്കോലി കാണാൻ പറ്റും. വലിയ തടാകങ്ങൾ, ലേക്കുകൾ, പുഴകൾ, നദികൾ, കാടിനകത്തുള്ള ചെറിയ സ്ട്രീംസ്, ഇവിടെയെല്ലാം നമുക്ക് നീർക്കോലിയെ കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സഹവാസമുള്ള അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, വീടിന് തൊട്ടടുത്തൊക്കെ ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരെയും നമുക്ക് ഈ നീർക്കോലിയെ കാണാനായിട്ട് പറ്റും. ഇതിന് കൊടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുവനൈൽസ് ചെറിയ നീർക്കോലി കുഞ്ഞുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അവർ സാധാരണ ഇപ്പം പുഴയോ അല്ലെങ്കിൽ നദിയോ ചെറിയ സ്ട്രീമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറിയിട്ട് ഈ നദിക്കൊക്കെ അടുത്തുള്ള ചെറിയ ഏതെങ്കിലും കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ടാണ് ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ആ കുളത്തിൽ അവർക്കധികം പ്രിഡേറ്റേഴ്സ് ഒന്നും കാണത്തില്ല. പിന്നെ ഒത്തിരി ടാഡ്പോൾസ്, ഒത്തിരി വാൽമാക്രികളൊക്കെ കാണും. പിന്നെ ചെറിയ ഇൻസെക്റ്റുകളൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ തവളകളുടെ മുട്ടയൊക്കെ തിന്ന് ജീവിച്ച് ഈ ജുവനൈൽസ് ഒക്കെ കുറേ മാസങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ വലുതാകുമ്പോഴത്തേക്കിന് തിരിച്ച് ഇവർ വലിയ പുഴയിലോട്ടും നദിയിലോട്ടും ഒക്കെ ഇറങ്ങി പോകുന്നത്. ഇവർ ഏകദേശം ഒരു 70 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വെക്കുന്ന പാമ്പുകളാണ്. അതുപോലെ തന്നെ ചില പാമ്പുകളൊക്കെ 1 മുതൽ 1.5 മീറ്റർ വലിപ്പം വരെ വച്ചിട്ടുള്ള ഈ നീർക്കോലികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഒരു 70 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ വലിപ്പമാണ് നീർക്കോലികൾക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ ഇവർ രാത്രിയും പകലും ഒക്കെ നന്നായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു പാമ്പാണ്. എന്നിരുന്നാലും പകൽ സമയങ്ങളിലാണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത്. ഈ നീർക്കോലികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് അടുത്ത് എന്നാൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പം ഈ കരയിലൂടെ ഒക്കെ നീർക്കോലി പോകുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നീർക്കോലി പെട്ടെന്ന് അതിൻ്റെ തല ഇങ്ങനെ വീർപ്പിച്ചെന്ന് ഇങ്ങനെ നല്ല പരത്തി വെച്ചിട്ട് തല ഇങ്ങനെ പൊക്കി വെക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു മൂർഖൻ ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കുന്ന പോലെ കാണും. ഇത് പ്രിഡേറ്റേഴ്സിനെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു തന്ത്രമാണ്. അതുപോലെ ഞാൻ പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീനുകളൊക്കെയാണ്. മീനുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് വെള്ളത്തിനടിയിൽ പോയിട്ട് മീനുകളൊക്കെ ഹണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേസമയം വെള്ളത്തിലുള്ള നീന്തുന്ന സമയത്ത് തല മാത്രം ചിലപ്പോൾ വെള്ളത്തിന് മേളിൽ കാണും, ബാക്കി ബോഡി മൊത്തം വെള്ളത്തിനടിയിലായിരിക്കും. അപ്പോൾ നമുക്ക് പല സമയത്തും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഈ തല മാത്രം വെള്ളത്തിന് മേളിൽ പിടിച്ചിട്ട് ഇങ്ങനെ നീർക്കോലികൾ സ്വിം ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും നീർക്കോലികളെ കാണുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ നീർക്കോലികളെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഏഷ്യയിലെ ഏകദേശം 18ലധികം രാജ്യങ്ങളിൽ ഈ നീർക്കോലികളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലരും നീർക്കോലിയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലൊന്നെന്ന് പറഞ്ഞാൽ, നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ പോലും ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പഴഞ്ചൊല്ലായിരിക്കും. പക്ഷേ നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അത്താഴം കഴിക്കുന്നുണ്ടോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി നീർക്കോലിയുടെ കുടുംബത്തിൽ കാണുന്ന മറ്റു കുറേ പാമ്പുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് ബഫ് സ്ട്രൈക്ക് കീൽബാക്ക് അല്ലെങ്കിൽ സ്ട്രൈപ്പ് കീൽബാക്ക് എന്ന് പറയുന്ന പേരാണ്. അതിന് മലയാളത്തിൽ പറയുന്ന പേര് തെളിയൻ പാമ്പ്. അല്ലാതെ കുറേ വേറെ പേരുകളുണ്ട്. പടകൂടി, തെയ്യം പാമ്പ്, പുൽപ്പാമ്പ്, ദേവിപ്പാമ്പ്, ഇങ്ങനെ കുറേയേറെ പേരുകളുള്ള ഒരു പാമ്പാണ് ഈ ബഫ് സ്ട്രൈപ്ഡ് കീൽബാക്ക്. ഇത് ആക്ച്വലി ബ്രൗൺ കളറിലാണ് സാധാരണ കാണപ്പെടുന്നത്. അതിൻ്റെ കണ്ണിന് താഴെയും ഈ ചെക്കേഡ് കീൽബാക്ക്, നമ്മുടെ നീർക്കോലിയെ പോലെ 2 ലൈനുകളുണ്ട്. അതിൻ്റെ തലയുടെ തൊട്ട് താഴെയായിട്ട് നല്ല മഞ്ഞ നിറം നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ദേഹത്തൊക്കെ കറുപ്പും വെളുപ്പുമായിട്ട് നല്ല വീതിയുള്ള വരകളുണ്ട്. അതോടൊപ്പം തന്നെ ദേഹത്തിന് കുറുകെയാണ് ആ വരകളുള്ളത്. അതോടൊപ്പം തന്നെ കഴുത്തിൻ്റെ തൊട്ട് താഴെ മുതൽ വാല് വരെ 2 നീളത്തിലുള്ള വരകൾ കാണാം. ഇത് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ഇളം തവിട്ട് നിറത്തിലാണ് ഈ വരകളുള്ളത്. ഈ വരകൾക്ക് ഇംഗ്ലീഷിൽ ബഫ് സ്ട്രൈപ്പ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇനി പേര് വരാൻ കാര്യം ബഫ് സ്ട്രൈക്ക് കീൽബാക്ക്. ആ നീളമുള്ള വരകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ കണ്ണിന് താഴെയുള്ള 2 വരകൾ ശരീരത്തിന് കുറുകെയുള്ള കറുപ്പും വെളുപ്പും കൂടിയ നല്ല വീതിയിലുള്ള വരകളും, അതിൻ്റെ ശരീരത്തിൽ നല്ല നീളത്തിലുള്ള ആ യെല്ലോയിഷ് ബ്രൗൺ വരയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ സ്ട്രൈപ്പ് കീൽബാക്കിനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഇതിന് പടകൂടി എന്ന് പേര് വരാൻ കാര്യം, ഒരു രസകരമായ കാര്യമാണ് പടകൂടി എന്ന് പേര് വരാനായിട്ട് കാര്യം. സാധാരണ ഈ പാമ്പുകളെ കാണുന്നത് കൂട്ടമായിട്ടൊക്കെ കാണാറുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സെൻട്രലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കല്ലൊക്കെ പൊക്കി നോക്കുമ്പോഴത്തേക്കിന് അതിനടിയിൽ 5-6 പാമ്പുകളൊക്കെ ഒരുമിച്ചിരിക്കുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ച് ബ്രീഡിംഗ് ടൈം ആകുമ്പോഴത്തേക്കിന് 8-10 പാമ്പുകളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ആരെങ്കിലും ഒരു പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള അതിൻ്റെ ഫെറമോൺ അവർ പുറപ്പെടുവിച്ചിട്ട് ബാക്കിയുള്ള പാമ്പുകളൊക്കെ ആ സ്ഥലത്തോട്ട് എത്തുന്നതുകൊണ്ടായിരിക്കാം, കൂട്ടമായിട്ട് വരുന്നതുകൊണ്ടാണ് ഇതിന് പടകൂടി എന്ന് പേര് വരാനായിട്ട് കാര്യം. ഈ പാമ്പുകൾ സാധാരണ കാണപ്പെടുന്ന പ്ലെയിൻസിലാണ്. പ്ലെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് സമുദ്രനിരപ്പിലാണ് സാധാരണ ഈ പാമ്പുകളൊക്കെ കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ഉയരം കൂടിയ മലനിരകളിലൊന്നും ഈ പാമ്പിനെ കാണാറില്ല. അതുപോലെ നാട്ടുപുറത്തൊക്കെ വളരെ സാധാരണമായിട്ട് കാണാം. പ്രത്യേകിച്ച് മലബാർ റീജിയനിൽ, ഈ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട്
ഈ ബഫ് സ്ട്രൈപ്പ് കീൽബാക്കിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം ഉയരമുള്ള മലയുടെ മണ്ടയ്ക്കൊന്നും അധികം ഈ പാമ്പിനെ കാണാറില്ല. ഇത് സാധാരണയായിട്ട് കഴിക്കുന്നത് തവളകളെയാണ്. തവളകളെ ആണ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നത്. അപൂർവമായിട്ട് ചെറിയ റോഡൻസിനൊക്കെ ഒരു പിടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ ഒരു 50 മുതൽ 70 സെന്റിമീറ്റർ വലുപ്പമാണ് ഇത് വെക്കുന്നത്. ഈ പാമ്പിന് വേറെ പ്രത്യേകം നമ്മുടെ നീർക്കോലിയായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ മെലിഞ്ഞ പാമ്പാണ്, നീളത്തിൽ മെലിഞ്ഞ പാമ്പാണ് ഈ ബഫ് സ്ട്രൈപ്പ് കീൽബാക്ക്. അടുത്തത് ബഡോംസ് കീൽബാക്ക്. ഇതിന് നീലഗിരി കീൽബാക്ക് എന്ന് പറഞ്ഞ് വേറൊരു പേരുമുണ്ട്. മലയാളത്തിൽ കാട്ടുനീർക്കോലി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സാധാരണ ഒരു ബ്രൗൺ കളറിലുള്ള പാമ്പാണ്. ദേഹത്തൊക്കെ കറുപ്പും വെളുപ്പും ഉള്ള പാറ്റേൺസ് ആയിട്ടുള്ള കുറേയേറെ മാർക്കിങ്ങൾ ഇതിൻ്റെ ദേഹത്ത് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ നീർക്കോലിയുടെ പോലെ തന്നെ കണ്ണിന് തൊട്ട് താഴെയായിട്ട് കറുത്ത ലൈൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ വായുടെ തൊട്ട് താഴെയായിട്ട് നല്ല വെളുത്ത നിറം, നല്ല പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ബ്രൗൺ കളറിലുള്ള ഒരു ചെറിയ പാമ്പാണിത്. ഏകദേശം മുമ്പേ പറഞ്ഞ ഈ ബഫ് സ്ട്രൈപ്പ് കീൽബാക്കിൻ്റെ അത്രയും തന്നെ വലുപ്പമുള്ള ഒരു പാമ്പാണിത്. അതിൻ്റെ ദേഹത്തൊക്കെ ബ്രൗൺ കളറിലും ഈ കറുപ്പും വെളുപ്പും കൂടിയ പാറ്റേൺസോടുകൂടി ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ബഡോംസ് കീൽബാക്കിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ ജൂനൈൽസിനുണ്ട് പ്രത്യേകത. ജൂനൈൽസിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. നല്ല തവിട്ട് കളറിലോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ കാണും. അതിൻ്റെ തലയുടെ മുകളിലായിട്ട് നല്ല സ്വർണ്ണ കളറുള്ള പാറ്റേൺസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വായുടെ അടുത്തൊക്കെ നല്ല വെളുത്ത വരകളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ബഡോംസ് കീൽബാക്കിൻ്റെ ജൂനൈലിൽ. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് കാടിനോടടുത്താണ്. പ്രത്യേകിച്ച് നാട്ടുമ്പുറത്തൊന്നും അത്ര സാധാരണയായിട്ട് കാണുന്നില്ല. കാടിനോടടുത്ത് നല്ല ഇലകൾ മൂടി നിൽക്കുന്ന കാടുകൾ, നല്ല ലീഫ് ലിറ്ററൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതിനെ നമുക്ക് സാധാരണയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ സമുദ്രനിരപ്പിനടുത്തുള്ള എവർഗ്രീൻ ഫോറസ്റ്റ് മുതൽ അങ്ങ് ഏകദേശം ഒരു 600-700 മീറ്റർ ഉയരമുള്ള മലനിരകളിൽ വരെ ഇതിനെ കാണാനായിട്ട് പറ്റും. മറ്റു പാമ്പുകളെ പോലെ ഇവരുടെയും ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണം എന്ന് പറയുന്നത് തവളകളാണ്. പ്രത്യേകിച്ച് ലീഫ് ലീറ്ററിന് ഇടയ്ക്കുള്ള തവളകൾ. ഞങ്ങളിവിടെ വയനാട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറേ പ്രാവശ്യം ഇതിനെ കാണാറുണ്ട്. പ്രത്യേകിച്ച് നടക്കുന്നതിനൊക്കെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഈ ഉണങ്ങിയ ഇലകൾക്കിടന്ന് എന്തെങ്കിലും അനക്കം കാണുമ്പോഴത്തേക്കിന് പ്രത്യേകിച്ച് ഈ ബഡോംസ് കീൽബാക്ക് പോയി ഏതെങ്കിലും തവളകളെ പിടിച്ച് തിന്നുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു ലീപ്പിംഗ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു തവളയുണ്ട്. അതിനെയാണ് ഒരുപക്ഷെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ പാമ്പ് പിടിച്ച് കഴിക്കുന്നത്. പല പ്രാവശ്യം അതിനെ കാണാൻ, അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അടുത്തത് ഹിൽ കീൽബാക്ക്, അല്ലെങ്കിൽ വേറൊരു പേരുള്ളത് വയനാട് കീൽബാക്ക് എന്നാണ്. മലയാളത്തിന് ഇതിൻ്റെ പേര് മല നീർക്കോലി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ കേരളത്തിലുള്ള കാടുകളിൽ, ഉയരം കൂടിയ കാടുകൾ, പ്രത്യേകിച്ച് 600 മുതൽ മീറ്റർ മുകളിലോട്ടുള്ള കാടുകളാണ് ഇതിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. എവർഗ്രീൻ ഫോറസ്റ്റുകൾ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്നു. നല്ല ലീഫ് ലിറ്ററൊക്കെ ഉള്ള സ്ഥലത്തും പ്രത്യേകിച്ച് പുഴയുടെ സ്ട്രീമിൻ്റെ അടുത്തൊക്കെ ഇതിനെ വളരെ സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലാണ്. ഇതിൻ്റെ ദേഹത്തൊക്കെ ഒരു 3 വരിയായിട്ട് ചതുരത്തിലുള്ള മാർക്കിങ് ദേഹം മുഴുവനായിട്ട് കാണാൻ പറ്റും. തലയെന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറിലോ ഇരുണ്ട കളറിലോ ഇതിൻ്റെ തല കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ബ്രീഡിങ് സമയത്ത് ഇതിൻ്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. ഇതിൻ്റെ തല മുതൽ ഏകദേശം കഴുത്തിൻ്റെ പകുതി വരെ നല്ല ചുവപ്പ് നിറത്തിലാകും. ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇച്ചിരി തവിട്ട് കളർന്ന ചുവപ്പ് നിറത്തിലായിട്ട് കാണപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജൂനൈൽസിന് വളരെ വ്യത്യാസമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ജൂനൈൽസിൻ്റെ ദേഹത്തൊക്കെ നല്ല കറുപ്പും വെള്ളയും കൂടിയ വളയങ്ങളോട് കൂടിയതാണ് ഇതിൻ്റെ ജൂനൈൽസ്. കണ്ടാൽ ഇതിൻ്റെ ജൂനൈലാണെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള കളറാണ് ഇതിൻ്റെ ജൂനൈൽസിലൊക്കെ ഉള്ളത്. ഏകദേശം 50 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള ഈ പാമ്പുകൾ പകൽ സമയത്താണ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത്. ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇവർ തവളകളെയും മറ്റ് ജീവികളെയൊക്കെ തപ്പിയിട്ട് ഇവർ ലീഫ് ലീറ്ററിൻ്റെ ഇടക്കൂടെ ഒക്കെ പാഞ്ഞു പോകുന്ന പല സമയത്ത് ഇതിനെ കണ്ടിട്ടുണ്ട്. അടുത്തത് ഗ്രീൻ കീൽബാക്ക്, മലയാളത്തിൽ ഇതിന് പച്ച നാഗം എന്നാണ് പേര്. ഇത് സാധാരണയായിട്ട് കേരളത്തിൽ കാണപ്പെടുന്നത് ഉയരം കൂടിയ മലനിരകളിലാണ്. വയനാട്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മൂന്നാറും ഇടുക്കിയിലും ഒക്കെ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രയർ റീജിയൻസ് ആയിട്ടുള്ള ചിന്നാറിലൊക്കെയാണ് ഈ പച്ചനാഗത്തെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പച്ചനാഗം എന്ന പേര് പറഞ്ഞ പോലെ തന്നെ പച്ച കളറിലാണ്, നല്ല തിളങ്ങുന്ന പച്ച കളറിലാണ് ഇതിൻ്റെ ശരീരം മുഴുവൻ. തലയ്ക്കൊക്കെ നല്ല വീതിയുണ്ട്. ചില സമയത്തൊക്കെ തലയുടെ പുറകിലായിട്ട് കറുത്ത വരകളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജൂനൈൽസിനെ കാണാൻ ഭയങ്കര രസമാണ്. പച്ച നിറത്തിൻ്റെ അകത്ത് തന്നെ കറുത്ത വരകൾ നല്ല പ്രോമിനൻ്റ് ആയിട്ടുണ്ട്. തലയുടെ പുറകിലുള്ള വരകൾ നല്ല ബ്രോഡായിട്ടുള്ള വരകളാണ്. അതുപോലെ മഞ്ഞ നിറമൊക്കെ കാണാനായിട്ട് പറ്റും ഈ ജൂനൈൽസിനൊക്കെ. ഇവർ സ്ട്രെസ് ആകുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേക ബിഹേവിയർ ഉണ്ട്. ഇവർ ഇങ്ങനെ തലയൊക്കെ വിടർത്തിയിട്ട് തലയൊക്കെ നല്ല വീതിയാക്കി വെച്ചിട്ട് മൂർഖനെ പോലെയൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മലയാളത്തിൽ വേറെ 2 പേരുകളുണ്ട്, പച്ച മൂർഖൻ എന്നും പച്ച വിരിയൻ എന്നൊക്കെ പറഞ്ഞ് പേരുകൾ വരാൻ കാര്യം ഇവരിങ്ങനെ മൂർഖനെ പോലെ പത്തിയെടുത്ത് നിൽക്കുന്ന പോലെ മിമിക് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവർക്ക് ഈ പേരുകൾ വരാനായിട്ട് കാര്യം. ഇവരുടെ ഫുഡ് കഴിക്കുന്നതിനുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രത്യേകത. ഇതിൻ്റെ ജനുസ് എന്ന് പറയുന്നത്, ഈ പാമ്പുകളുടെ ജനുസ് എന്ന് റാബ്ഡോപിസ് എന്ന് പറഞ്ഞ ജനുസിൽപ്പെട്ടതാണ് ഈ പാമ്പുകൾ. ഇതേ ജനുസിൽപ്പെട്ട സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ കുറേ പാമ്പുകളൊക്കെ ഉണ്ട്. ആ പാമ്പുകളൊക്കെ വിഷമുള്ള പാമ്പുകളാണ്, വിഷമുള്ളതും പിന്നെ പോയിസണസുമാണ്. അപ്പം അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാമ്പുകൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഈ കാണുന്ന പച്ചനാഗവും അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാണുന്ന പാമ്പുകളുടെയൊക്കെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോഡ്സ് ആണ്, ചൊറുത്തവളകൾ. ചൊറുത്തവളയുടെ പ്രത്യേകത ഉണ്ട്. ചൊറുത്തവളകളുടെയൊക്കെ ഈ കണ്ണിന് തൊട്ട് മേളിലായിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട്, പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡാണ്. അവിടെ അവർ കുറേ പോയിസൺ കീപ്പ് ചെയ്യുന്നുണ്ട്. ബൂഫോടോക്സിൻ എന്നാണ് പേര്. ഇവർ ഈ പച്ചനാഗമൊക്കെ മെയിനായിട്ട് ഈ ടോഡിനെ കഴിക്കുന്നതുകൊണ്ട്
ഇവർ ഈ കഴിക്കുന്ന സമയത്ത് ഈ ടോക്സിൻ ഒക്കെ എടുത്തിട്ട് ഈ കണ്ണിന് തൊട്ട് പുറകിലായിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്, ന്യൂക്കൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ്, അവിടെ ഇവരിത് സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കിന് ഇവർ ഈ പത്തി പോലെ വിടർത്തിയിട്ട് ഇവർ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചെരിക്കും, ഹെഡ് ചെരിച്ചിട്ട് അവിടുന്ന് ഈ ടോക്സിൻ വെളിയിലോട്ട് യൂസ് ചെയ്ത് ഒഴുക്കും. അത് പ്രിഡേറ്ററിനെ സ്കെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പച്ചനാഗം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ ടോഡ്സ് ആണ്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള വിഷപ്പാമ്പുകളൊക്കെ വെനമസ് സ്നേക്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പച്ചനാഗവും പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പല പാമ്പുകളും റാബ്ഡോഫിസ് ജീനസിൽപ്പെട്ട പാമ്പുകളൊക്കെ പോയിസണസ് പാമ്പുകളെന്ന് പറയും. കാരണം ഇവർ ഈ ടോഡിൻ്റെ പോയിസൺ എടുത്ത് ന്യൂക്ലിയർ ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്തിട്ട് ഡിഫൻസ് മെക്കാനിസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ പാമ്പുകളൊക്കെ പോയിസണസ് പാമ്പുകളെന്നും വിളിക്കാറുണ്ട്. അതുപോലെ ഈ പച്ചനാഗത്തിന് റെയർ ഫാങ് ഉണ്ട്. റെയർ ഫാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെയൊക്കെ വായുടെ അകത്തായിട്ട് ചെറിയൊരു വിഷപ്പല്ലുണ്ട്, അതിനാണ് റെയർ ഫാങ് എന്ന് പറയുന്നത്. ഇത് പണ്ട് കാലത്ത് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഈ പാമ്പിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തൊക്കെ ഇത് പുള്ളി കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഇന്ത്യൻ സ്നേക്സ് എന്ന് പറഞ്ഞ്. ആ ഗ്രൂപ്പിന് അത് കാര്യമായിട്ട് ഡിസ്കഷൻ വന്നു. ആരോ ഒരാൾ ഇതിൻ്റെ പടം ഇട്ടിട്ട് അതിൻ്റെ ഈ റെയർ ഫാങ്ങിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചു. അപ്പോൾ കുറേയേറെ ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറേ സയൻറ്റിസ്റ്റുകൾ, ഈ പാമ്പുകളെക്കുറിച്ച് പഠിക്കുന്ന കുറേ സയൻറ്റിസ്റ്റുകൾ വന്ന് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇടുക ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ ഗ്രീൻ കിൽവാക്കിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ കടി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണം വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു 40 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ വലുപ്പം വെക്കുന്ന പാമ്പാണ് ഈ പച്ചനാഗം. അടുത്തത് ഒലീവ് കീൽബാക്ക് അല്ലെങ്കിൽ പച്ച നീർക്കോലി എന്നാണ് ഇതിന് മലയാളത്തിൽ പേര്. കേരളത്തിൽ അത്യപൂർവമാണ് ഈ പാമ്പ്. പഴയ കുറേ റെക്കോർഡ്സുകളൊക്കെയാണ് ഉള്ളത്. അല്ലാതെ ഇതിനെ കാണാൻ സാധ്യതയുള്ളത് കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റെ ബോർഡറായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്താണെങ്കിലും പാലക്കാടാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒലീവ് കീൽബാക്കിനെ കാണാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് ഇളം പച്ച നിറത്തിലോ അല്ലെങ്കിൽ ഒലീവ് കളറിലാണ് ഇതിൻ്റെ ദേഹം മൊത്തം. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ബ്രൗൺ സ്ട്രൈപ്പും ചുവപ്പ് കളറിലുള്ള സ്ട്രൈപ്പൊക്കെ ചില സമയത്തൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ വയറ് സാധാരണ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. ചില സമയത്തൊക്കെ ചുവപ്പ് നിറത്തിലുള്ള വയറോട് കൂടിയ ഈ ഒലീവ് കീൽബാക്കിനെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 40 മുതൽ 70 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വെക്കുന്ന ഒരു പാമ്പാണ് ഈ ഒലീവ് കീൽബാക്ക്. അവസാനത്തേത് ഒലീവ് ഫോറസ്റ്റ് സ്നേക്ക്. ഇതിന് മലയാളത്തിൽ ആരെ പേരിട്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് മോന്തയുന്തി പാമ്പെന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര്. എന്താണ് ഇങ്ങനെ പേരിട്ടെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. ഈ പാമ്പുകളെ കാണുന്നത് സാധാരണ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റുകൾ, നല്ല മഴ ലഭിക്കുന്ന നല്ലതായിട്ട് തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളിലടുത്തുള്ള ചെറിയ സ്ട്രീമുകളിലാണ് ഈ പാമ്പിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇത് സാധാരണ ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ കളറിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ കണ്ണിൻ്റെ തൊട്ടടുത്ത് നിന്ന് വാല് വരെ നല്ല കറുത്ത ലൈനുകളോ കറുത്ത ഡോട്ടുകളോ ഒക്കെ കാണാൻ പറ്റും. ഇതൊരു പ്രോപ്പറായിട്ട് നമ്മുടെ നീർക്കോലിയെ പോലെ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പാമ്പാണ്. ഇത് സ്ട്രീമിലാണ് സ്ഥിരമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് മഴ കഴിഞ്ഞുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ കുറേയേറെ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ജുവനൈൽസ് സാധാരണ നല്ല പ്രോപ്പറായിട്ടുള്ള ഒലീവ് കളറിൽ കാണും. ഈ പാമ്പിന് വേറെ പ്രത്യേകത, ഈ പാമ്പിനെ ഒറ്റ നോട്ടത്തിൽ കണ്ട, പ്രത്യേകിച്ച് വെള്ളത്തിൽ നിന്ന് വെളിയിലൊക്കെ കയറിയിരിക്കുന്ന സമയത്ത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ദേഹം മുഴുവൻ ഇങ്ങനെയൊക്കെ എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന പോലത്തെ ഒരു പാമ്പാണ് ഈ ഒലീവ് ഫോറസ്റ്റ് സ്നേക്ക്. ഇതിന് മെയിനായിട്ടുള്ള ഭക്ഷണം ഫിഷ് കഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഈ ക്രാബുകളെ, ഞണ്ടുകളൊക്കെ പിടിച്ച് കഴിക്കുന്നതായിട്ട് പല പ്രാവശ്യം നമ്മളിതിനെ ഇവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ വയനാട്ടിൽ ജോലി ചെയ്യുന്ന ഇവിടെ പ്രോപ്പർട്ടിക്ക് തൊട്ടടുത്തൊരു സ്ട്രീമുണ്ട്. അവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഇതിനെയൊക്കെ കാണാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പാമ്പുകളിലൊന്നാണ് ഈ ഒലീവ് ഫോറസ്റ്റ് സ്നേക്ക്. ഇത് ഒരു 50 മുതൽ 80 സെൻറ്റിമീറ്റർ വരെ വലുപ്പം വെക്കുന്ന പാമ്പാണ്. ഞങ്ങൾ ഏകദേശം 1 മീറ്ററിന് അധികം വലുപ്പമുള്ള വലിയ പാമ്പുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും സാധാരണ ഒരു 50 മുതൽ 80 സെൻറ്റിമീറ്റർ വരെ വലുപ്പമാണ് ഈ പാമ്പിൻ്റെ സൈസ്. ഞാനീ പറഞ്ഞ പാമ്പുകളൊന്നും വിഷമില്ലാത്ത പാമ്പുകളാണ്. പക്ഷേ പച്ചനാഗം പോയിസൺ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് ടോഡിനെ കഴിക്കുന്ന സമയത്ത് പോയിസൺ കളക്ട് ചെയ്തിട്ട് അത് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് പോയിസൺ യൂസ് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള പാമ്പുകൾക്കൊന്നും വിഷമില്ല. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള പാമ്പുകൾക്കൊന്നും വിഷമില്ലാത്ത പാമ്പുകളാണ്. അതുപോലെ തന്നെ മറ്റു പാമ്പുകളെ പോലെ തന്നെ ഈ പാമ്പുകളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പാമ്പുകളാണ് ഈ പാമ്പുകളെല്ലാം. ഇതൊക്കെയായിരുന്നു നീർക്കോലിയെയും അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട മറ്റു പാമ്പുകൾ, കേരളത്തിൽ കാണുന്ന മറ്റു പാമ്പുകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാമ്പിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഈ പാമ്പുകളെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നീർക്കോലി അല്ലാതെ വേറെ പറഞ്ഞ പാമ്പുകൾ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യണം. കീപ്പ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.